ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നസീം. അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ വയനാടാട്ടോ. അപ്പോൾ വയനാട് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ ഈ എന്താ പറയുക ഞങ്ങളിവിടെ വന്നപ്പോഴാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. വയനാട്ടിലുള്ളവരും വയനാട്ടിൽ പുറത്തുള്ളവരൊക്കെ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട, വന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേപ്പാടി പഞ്ചായത്ത് കേട്ടോ, പുറ്റാട് നെല്ലാർച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എന്താ പറയുക, ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എന്താ പറയുക, ഇരുന്ന് സംസാരിക്കാനും ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല എന്താ പറയുക, ചെറുങ്ങനെ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. ഒരു ഈവനിങ്ങിലായത് വന്നതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈവനിങ്ങിൽ വരുമ്പോൾ എന്താണെന്ന് പറയുക, ഒരു ഗുണമുള്ളത് നല്ല കോടയായിരിക്കും കേട്ടോ, കാണാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈവനിങ്ങിൽ വരുമ്പോൾ മക്കളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, ക്യാപ്പും സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വരിക കേട്ടോ. അപ്പം എന്താ പറയുക, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ മീൻസ് എന്താ പറയുക, കപ്പിൾസും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഈ സ്ഥലം എന്താ ഇത്രയും നാൾ കാണാത്തതെന്ന് വെച്ചാൽ അറിയില്ല. അത്രയ്ക്കും എന്താ പറയുക, ഇങ്ങനെ വന്നിരുന്ന് നമുക്കൊന്നും മടുക്കുന്നൊന്നുമില്ല. എന്താ പറയുക കുറേ പറയുന്നുണ്ടല്ലേ. അല്ല, എനിക്ക് എന്താണെന്നറിയോ, ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷം ഇവിടെ വന്നപ്പോൾ മനസ്സിനൊരു കുളിർമ. നമ്മളിപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കില്ലേ, അപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അപ്പോൾ അതേപോലെ മനസ്സിനൊക്കെ ഒരു നല്ലൊരു കുളിർമ ഇവിടെ വന്നാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെന്താ പറയുക, നമ്മുടെ എന്തപ്പം അതിന് പേര് പറയാം, ചങ്ങാടല്ലേ ചെങ്ങാടൊക്കെ കുറേ ഉണ്ട് കേട്ടോ, വേണ്ട. അപ്പം ഇത് നമ്മൾ വന്നിട്ട് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നടന്നു വരുന്ന സ്ഥലം ഒരു ചെറുങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നടക്കുന്ന പോലെയാണ്. അപ്പം മക്കളൊക്കെ വരുമ്പം, പിള്ളേരൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. അവരിങ്ങനെ നമ്മളെ കൈവിട്ടൊക്കെ ഓടില്ലേ, അപ്പോൾ വെള്ളത്തിലേക്ക് പോയി ചാടും. മരത്തിൻ്റെ കൊമ്പത്തൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ലുലുമോള് ഈ പോകുന്ന പോക്കിന് ഒരു 40 വട്ടമെങ്കിലും അവൾ വീണ്ടുണ്ടാവും. പക്ഷെ പുല്ലായത് കാരണം അധികം പേടിക്കാനില്ല. അപ്പോൾ എന്തായാലും മക്കളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എടുത്തെടുത്ത് പറയുന്ന കാര്യം അതാണ്. കാരണം നമ്മുടെ കൈ വിട്ടിട്ട് അവർ ഓടും. അപ്പോൾ ശ്രദ്ധിക്കണം, വെള്ളത്തിൽ പോയി വീഴും. അപ്പോൾ കണ്ടാൽ നല്ലൊരു ചെടിയില്ലേ, അതിൻ്റെ പൂവ്, അതിനൊരു കായുണ്ട് കേട്ടോ, നല്ല എന്താ പറയുക, കാപ്പി പഴുത്ത കളറിലുള്ളൊരു കായ. ഞാൻ ഇനി നമ്മൾ കയറി വരുമ്പോൾ ആ പഴം കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ താഴേക്ക് ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട്. അപ്പോൾ സൂം ചെയ്തത് കൊണ്ടാണ് ഞാൻ നടക്കുന്നത് അങ്ങോട്ട് എത്താത്തത് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്, സ്പോട്ടിലെത്തി. അപ്പോൾ ഒരു കയർ കണ്ടോ, അങ്ങനെ വെള്ളത്തിലൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ചങ്ങാടത്തിലേക്കാണ് ഈ കയറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം പറയണം കേട്ടോ. അപ്പോൾ ഈ കയറിങ്ങനെ ഇളക്കുമ്പോൾ അവിടെ അറിയുമോ അവരിങ്ങോട്ട് നമ്മളെ കൂട്ടാൻ വരും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോയിൽ അല്ല, എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റിയിലാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, ഈ മൊബൈലിന് എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, മിസ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ പഴം കാണിച്ചു തരുന്നത് ഞാവൽപ്പഴം പോലെയൊക്കെ ഉണ്ടിട്ടില്ലേ, പക്ഷെ ഞാവൽപ്പഴം ഒന്നുമല്ല, പിന്നെ ഒരു കാട്ടുപഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലേക്ക് തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒന്നും കൂടെ സൂം ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. കണ്ടോ, ഒരു ചെറിയൊരു കുഞ്ഞ ബോട്ട്, തോണി എന്നൊക്കെ പറയാം, കുഞ്ഞതില്ലേ, അതാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സൂം ചെയ്തപ്പോൾ ഞാൻ കണ്ടു എന്നുള്ളൂ, ഒരുപാട് ദൂരെയാണത് കേട്ടോ. അപ്പം ക്യാമറയിൽ നമ്മുടെ മൊബൈലിൽ കിട്ടാവുന്നതിൽ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അവരവിടെ മീൻ പിടിക്കണം, ഞങ്ങളിങ്ങനെ കയറിങ്ങനെ പിടിച്ച് കുലുക്കിയപ്പോഴേ അത് അനക്കണ്ട, മീൻ പിടിക്കുകയായിരിക്കും അവിടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ വിചാരം അങ്ങനെയാണ് കേട്ടോ, അതങ്ങനെ പിടിച്ച് കുലിക്കുമ്പോൾ അവർ വരും എന്നൊക്കെ കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്തി. അപ്പം ഇവിടുന്ന് മുകളിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് എടുത്തൊരു ഇതാണ് കേട്ടോ. അപ്പം ഇതുണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് പാണലിൻ്റെ ഇല എന്നൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഉമ്മമാരും പണ്ടത്തെ കാരണന്മാരൊക്കെ പറയുമായിരുന്നു, ഇതിൻ്റെ വെള്ളം ഇങ്ങനെ കുളിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് കുളിപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പഴം ഒരുപാട് ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇത് മക്കളൊക്കെ കുറേ പറിച്ച് കഴിച്ചു. എൻ്റെ ഏട്ടത്തിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇത് കഴിക്കാത്തവരും കഴിച്ചു പോകും. നല്ല പഴുത്തത് പുളിയുറുമ്പായിരിക്കും നിറച്ച്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പറിച്ച് കഴിച്ചാൽ നല്ലൊരു ഫ്ലേവർ. അത് വായിലിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു പച്ചക്കുരു ആയിരിക്കും, തുപ്പിക്കളയുക കേട്ടോ. അതിൻ്റെ തോട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഏട്ടത്തി വിടുന്നില്ല, എല്ലാം പറിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പണ്ട്
ഉമ്മമാർ പറയും ഇത് കഴിക്കരുത്, ഇതിൽ പാമ്പ് വന്ന് ഊതും. പാമ്പിന് ഭയങ്കര ഇഷ്ടമുള്ള പഴമാണ്. അപ്പം നമ്മൾ ഇത്രയും കാലമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് കഴിച്ചിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും ശ്രദ്ധിക്കുക, ഇങ്ങനെ കാട്ടിലൊക്കെ ഉള്ളതല്ലേ, മക്കളൊക്കെ പറിച്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പക്ഷെ നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, വിഷമൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. അപ്പം ഞങ്ങൾ പിന്നെയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ഇതുകൊണ്ട് താഴേക്ക് കുറേ നടക്കാനുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ്. ലുലുമോള് തെങ്ങും തൈയൊക്കെ നട്ടിട്ടുണ്ട് തലയിൽ. കണ്ടോ ഒരമ്മയൊക്കെ ഇരിക്കണേ. ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ പ്ലേസാട്ടോ, അടിപൊളി പ്ലേസാണ്. കുറേ പേരുണ്ട് ഇവിടെ. ഈ ഉപ്പിലിട്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഐസ്ക്രീം. പക്ഷെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ചെറിയ തണുപ്പൊക്കെ ആണെങ്കിലും എന്താ പറയുക, ചെറുങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഒരുവിധം തണുപ്പുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഐസ്ക്രീമൊക്കെ ആണ് കഴിച്ചത്. ഇതിൽ കൂടെ ഒക്കെ നടക്കാം കേട്ടോ, ഉണ്ടോ, അതിൽ കൂടെ ഒക്കെ നടക്കാം. ലുലുമോളും ഷീലൂട്ടനും കൂടെ ഭയങ്കര വട്ടം. അവിടെ നിന്നൊക്കെ എത്രയോ വട്ടം മറിഞ്ഞ് താഴേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും അവർക്കൊരു വിഷയമില്ല. മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പ്ലേസാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആര് കൂടിയാണോ നമ്മൾ വരുന്നത് അവരെ ഉത്തരവാദിത്വം. മക്കളായാലും ഫാമിലിയിൽ ആരായാലും കാണാതെ പോയിട്ടുണ്ട്, അതൊരു പ്രശ്നമാണ്. അപ്പം വളരെയധികം മക്കളൊക്കെ ശ്രദ്ധിക്കുക. മക്കളെ കളിക്കാനൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കണ്ണ് അവരെ മുകളിൽ എപ്പോഴും വേണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ അതാണ്, ആർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പം മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ റോട്ടിലെത്തി. അപ്പോൾ റോട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.